കോഴിക്കോട്ട് ചികിത്സാ പിഴവിനിരയായി ഹർഷീന മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. എന്നിട്ട് പറയുന്നത് മുഴുവൻ ഞങ്ങൾക്ക് എന്ത് പിഴവ് സംഭവിച്ചു എന്നാ. പിഴവുകളെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലെ നമ്മക്കാണോ കത്രിക വയറിൽ കുടുങ്ങിയ നമ്മളാണോ അല്ലെങ്കിൽ പിഴവുകാർ? ഡോക്ടേഴ്സിന് ഇവിടെ പിഴവില്ല. ഇപ്പോൾ ഇന്നത്തെ കേസിലും ഇതാ ഇന്ന് രാവിലെ വാർത്ത കണ്ടു, ഡോക്ടേഴ്സിന് പിഴവില്ലാന്ന്. പിന്നെ ആർക്കാ ഇവരെ വിശ്വസിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയ നമ്മക്കാണോ പിഴവ് സംഭവിച്ചത്? ഇത്രയും വലിയ ഒരു ദുരിതം സംഭവിച്ചിട്ട് അതിനൊരു പരിഹാരം കാണാനാവാതെ ഞങ്ങളെല്ലാ ഇടപെടലുകളും നടത്തി ഞങ്ങളെല്ലാം അങ്ങനെ പൂർത്തിയാക്കി നിൽക്കുക എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന മനുഷ്യരൊക്കെ മണ്ടന്മാരാണ് എന്നാണോ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ ഇതിനൊരു പരിഹാരമാവാതെ എന്തായാലും നമ്മൾ പുറകോട്ടില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ ഒരു ദുരുദ്ദേശവും ഇല്ല. നമ്മളെ പ്രശ്നത്തിനൊരു പരിഹാരം ആയേ പറ്റും. ഇനി ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വരരുത് എന്ന് അത്രയും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതേ സമാന അവസ്ഥയിൽ ഒരാൾ ഇതാ ഇപ്പം വന്നു. ഇതൊക്കെ കുടുങ്ങിയ സമയത്ത് ഏത് ഗവൺമെൻറ് ഭരിച്ചു എന്നുള്ളതാണോ ഇതിനൊക്കെ പറയുന്ന ന്യായം? അവർ ഓരോ വർഷം പറഞ്ഞിട്ട് UDF LDF എന്നൊക്കെ പറയുന്നു. ഇത് സംഭവിച്ച സമയത്ത് അല്ലെങ്കിൽ ഇത് പുറത്ത് വന്ന സമയത്ത് ഇപ്പം ഭരണത്തിലിരിക്കുന്ന ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതല്ലേ. അല്ലാതെ ഇത് കത്രിക കുടുങ്ങിയത് ഏതോ UDFൻ്റെ കാലത്താണ്, അതുകൊണ്ട് ഇനി അടുത്ത UDF വന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്നാണോ? ഇവിടെ UDF LDF അല്ലല്ലോ, ഇവിടെ മനുഷ്യജീവനാണ്. മനുഷ്യജീവന് മനുഷ്യർക്കാണ് വില. നമ്മളെ വോട്ട് വാങ്ങാൻ നേരത്ത് മാത്രമാണോ ഈ ഒരു ജനങ്ങൾക്ക് വില ഉള്ളൂ? എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങ് കസേരയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ കളിയാണോ? ഇതിനെന്നൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി അവർ പാർട്ടി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ജനിച്ച് വളർന്ന് ഇത്രയും കാലം ഞാൻ LDF അനുഭാവി, എൻ്റെ വീട്ടിലും എല്ലാവരും LDFൻ്റെ ആളുകളാണ്. അങ്ങനെയാണ് എൻ്റെ ഉപ്പയും എൻ്റെ ആങ്ങളെയും ഞാൻ അടക്കമുള്ളവർ, ഞാൻ അടക്കം SFIയിൽ പ്രവർത്തിച്ച ആൾ. അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ ഒരു LDFൻ്റെ പരിഗണന നൽകി അവർ ഇത് തീർത്തു തരണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് അത് പറ്റിയില്ല? അതൊന്നും അല്ല, ഇത് ഞങ്ങൾ ചെയ്യൂല എന്നുള്ള ഒരു അവഗണിക്കുക, മനഃപൂർവ്വം അവഗണിച്ചിട്ട് ഞങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് പൊടിയിടുമ്പോൾ ജനങ്ങളൊക്കെ വിശ്വസിച്ച് മണ്ടന്മാരായി നിന്നോളും എന്നുള്ള ഒരു അഹങ്കാരം. അത് തന്നെ എന്തായാലും ഇതിനൊരു പരിഹാരം കാണാതെ ഞങ്ങൾ പുറകോട്ട് പോകില്ല. ഇതിന് മരണം കൊണ്ട് പരിഹാരമാണ്. അങ്ങനെ അത്രയും അവിടെ വരെ പോകാൻ തന്നെയാണ് തീരുമാനം. ഈ മൂന്നാമത് കേട്ടോ, ഇനി ആരോഗ്യമന്ത്രിയെ ഞാൻ നേരിട്ട് എന്തിനു കാണണോ? ആരോഗ്യമന്ത്രിയിൽ നിന്ന് നീതി കിട്ടിയില്ല, 100% ആരോഗ്യമന്ത്രി പരാജയപ്പെട്ടു തന്റെ വിഷയത്തിൽ എന്നുള്ളതാണ് ഹർഷീന പറഞ്ഞിട്ടുള്ളത്. തന്റെ ദുരിതത്തിന് ആരോഗ്യമന്ത്രി എന്ത് സമാശ്വാസമാണ് നൽകിയത്? താൻ സമരത്തിനിറങ്ങിയത് ആരോഗ്യവകുപ്പ് കൈയൊഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് എന്നതുൾപ്പെടെ രൂക്ഷ വിമർശനമാണ് അവർ ആരോഗ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.